എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ആദ്യമേ ഞാൻ വളരെ ഹാപ്പിയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓൾഡ് ട്രാഫോർഡ് പോയിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിൽ പോയിരുന്നു. ലൈഫിൽ ആദ്യമായിട്ടാണ് ഓൾഡ് ട്രാഫോർഡിൽ ഞാൻ പോകുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഞാൻ യു കെയിലെത്തിയിട്ട് വർഷം മൂന്നാവുന്നു. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഓൾഡ് ട്രാഫോർഡിൽ ഒരു കളി കാണാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ. അത് കഴിഞ്ഞ ദിവസം സംഭവിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി. കളിയുടെ മുഴുവൻ ഡീറ്റെയിൽസിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ ഒരു എനിക്കുണ്ടായൊരു എക്സൈറ്റ്മെൻറ്റും എൻ്റെ ഒരു അറ്റ്മോസ്ഫിയറും ഞാൻ അതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അമേസിങ് സ്റ്റേഡിയം. ഈ സ്റ്റേഡിയത്തെക്കുറിച്ച് കുറേ കേട്ടിട്ടുണ്ട്, കുറേ വീഡിയോ ഇതാക്കിയിട്ടുണ്ട്. ഈ സ്റ്റേഡിയത്തിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം മത്സരങ്ങളെക്കുറിച്ചിട്ടും അതിൻ്റെ ഇൻറ്റൻസിറ്റിയെക്കുറിച്ചിട്ട് കുറേ കേട്ടിട്ടുണ്ട്. പക്ഷെ നേരിട്ട് പോയി കണ്ടപ്പോൾ ഞാൻ കേട്ടതിനേക്കാൾ അപ്പുറമാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ എക്സ്പീരിയൻസിന് കുറച്ച് വീഡിയോസ് ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്, ഒന്ന് പോയി കാണാം. ഇനി വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ പുതിയ പുതിയ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. എൻ്റെ പൊന്നെ, നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാട്ടോ ആ എക്സ്പീരിയൻസ്. അത് പോയി നമ്മൾ കാണണം. പ്രത്യേകിച്ചൊരു മാഞ്ചസ്റ്റർ ഡെർബി ഗെയിം നമ്മൾ പോയി കാണുമ്പോൾ അതിന് ഇൻറ്റൻസിറ്റി വേറെ തരത്തിലാണ്. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഈവൻ ആർസണലായിട്ട് കളിക്കുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഈവൻ ലിവർപൂളായിട്ട് കളിക്കുകയാണെങ്കിൽ, ചെൽസി ആയിട്ട് കളിക്കുകയാണെങ്കിൽ പോലും കിട്ടാത്തൊരു ഇൻറ്റൻസിറ്റിയാണ്. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഇലക്ട്രിഫൈങ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത്. കാരണം ബിക്കോസ് ഓഫ് മാഞ്ചസ്റ്റർ സിറ്റി. ഓപ്പോസിറ്റ് കളിക്കുന്ന മാഞ്ചസ്റ്റർ സിറ്റിയാണ്. അത് കാരണം കൊണ്ട് തന്നെ ഭയങ്കര ഒരു ഇലക്ട്രിഫൈങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ആ ഇലക്ട്രിഫൈങ് അറ്റ്മോസ്ഫിയർ ഒന്ന് ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള അതേ ഇലക്ട്രിഫൈങ് അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു കളിക്കളത്തിൽ പ്ലേയേഴ്സും കാണിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ ഹാപ്പിയാണ്. ഇങ്ങനത്തെ ഒരു ഹൈ ഇൻറ്റൻസിറ്റി ഹൈ പ്രൊഫൈൽ മാച്ച് കാണാൻ പറ്റി. ആ ഹൈ പ്രൊഫൈൽ മാച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ജയിച്ചു. അത് അതിനൊക്കെ വലിയ കാര്യമാണ്. ജയിച്ചു, അത് മികച്ച കളി കളിച്ചു. കുറച്ച് കാലത്തിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റി. ബോൾ പൊസിഷൻ കുറവാണെങ്കിൽ നല്ലൊരു പെർഫോമൻസ് കാണാൻ പറ്റി. എല്ലാ പ്ലേയേഴ്സ്, ഈച്ച് ആൻഡ് എവറി പ്ലേയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫൻസ് മുതൽ അങ്ങ് ഫ്രണ്ട് ലൈൻ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസാൻഡ്രോ മാർട്ടീനസും പിന്നെ ഹാരി മെഗ്വയർ നയിച്ച ഡിഫൻസ് മുതൽ അങ്ങ് എംബൂമോ നയിച്ച മുന്നേറ്റ നിര വരെ, ഇൻ ബിറ്റ്വീൻ ബ്രൂണോ, കാസിമറോ, മൈനു, പിന്നെ വൈകി വന്ന മത്യാസ് കുൻഹ, ലൂക്ഷോ, ഡോർഗു, അമാദ് തുടങ്ങിയ പ്ലേയേഴ്സൊക്കെ ആ ബാഡ്ജിന് വേണ്ടി കളിച്ച കളി, അതാണ് ഇത്രയും ഒരു ഇമ്പാക്റ്റ് അതിന് വേണ്ടി ഉണ്ടാക്കിയത്. വളരെ സന്തോഷമുണ്ട് അവരൊക്കെ നേരിട്ട് കാണാൻ പറ്റി. ദൂരത്തുനിന്ന് കാണേ പോലും നേരിട്ട് കാണാൻ പറ്റി. ഞാൻ അലക്സ് ഫെർഗ്യൂസൺ സ്റ്റാൻഡിലാണ് ടിക്കറ്റ് എനിക്ക് കിട്ടിയത്, ടിക്കറ്റ് എടുത്തത്. അങ്ങനെ പോയി. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ഞാൻ മുമ്പ് ഞാൻ ഒരു ലൈവ് കളി കണ്ടിട്ടുണ്ട്. അതൊരു സൗഹൃദ മാച്ചായിരുന്നു, ബെൽജിയം വേഴ്സസ് ഈജിപ്ത് കുവൈറ്റിൽ വെച്ചിട്ട്. പക്ഷേ ഇത് അതിനേക്കാൾ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഞാനിരിക്കുന്നത് അവിടെ, എനിക്ക് തോന്നുന്നു ഞാനിരിക്കുന്നത് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് സ്റ്റേഡിയത്തിലാണ്. വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിലാണ് ഞാൻ ഇരിക്കുന്നത്. ഞാൻ ആദ്യമേ ഒരു മണിക്കൂർ മുമ്പേ അവിടെ എത്തി. 12:30 കളി, യു കെ സമയം. ഞാൻ അവിടെ 11:40 കൂടി അവിടേക്ക് എത്തി. അവിടെ കയറുമ്പോൾ മുതലേ ഭയങ്കര മനസ്സിലൊരു ഇതായിരുന്നു. എന്ന് പറഞ്ഞാൽ കയറുന്നത് തന്നെ, ഞാൻ ഡയറക്റ്റ് കയറി തന്നെ സർ അലക്സ് ഫെർഗ്യൂസൺ സ്റ്റാൻഡിലുള്ള ആ ഇതായിരുന്നു. അതിൽ കയറുമ്പോൾ മുതൽ തന്നെ ഞാൻ കിടക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടിലേക്കാണ്, സർ അലക്സ് ഫെർഗ്യൂസൺ സ്റ്റാൻഡിലേക്കാണ് എന്നൊക്കെ പറഞ്ഞ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് ഞാൻ വൈഫ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബാഗ് അവിടെ ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സ് കൊടുക്കാൻ ഇവർ കൊടുത്തു. അവർ സ്ലിപ്പ് തന്നു, എടുത്ത് വെച്ചു. അവരെ ബാഗ് കയറ്റില്ല, ചെറിയ ബാഗ് കയറ്റും, വലിയ ബാഗ് കയറ്റില്ല. അങ്ങനെ കൊടുത്തു. തിരിച്ച് നടന്ന് കയറി ടിക്കറ്റ് സെൻറ്ററിൽ കയറി ടിക്കറ്റ് സ്കാൻ ചെയ്ത് ഉള്ളിൽ കയറില്ല, സ്കാൻ ചെയ്ത്. പിന്നെ സ്റ്റെപ്പ്, കുറേ സ്റ്റെപ്പ് മേലക്ക് ഉണ്ട്. അങ്ങ് മേലെയായിരുന്നു. ഇതൊക്കെ കയറുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിപ്പോൾ കയറുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിലേക്കാണ്. കൂടാതെ ഇപ്പോൾ ടി വിയിലും മൊബൈൽ ഫോണിലൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടിലെ കളി കണ്ടിട്ടുള്ള ഞാൻ അവിടുത്തെ ഇൻറ്റൻസിറ്റി ആ മൊബൈലിലും നമ്മുടെ ടി വിയിലും മാത്രം കണ്ടിട്ടില്ല. അവിടുത്തെ സ്റ്റേഡിയം മൊബൈലിലും ടി വിയിലും മാത്രം കണ്ടിട്ടില്ല. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ പടികൾ ചവിട്ടി കയറുന്നത് ആ ഗ്രൗണ്ടിലേക്കാണെന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ്. അത് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയുള്ളൂ.
വളരെ 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 ഒരു വണ്ടർഫുൾ ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ സംഭവം. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ചാൻറ്റുകൾ, പാട്ട് ഉൾപ്പെടെ എന്ന് പറഞ്ഞാൽ ടേക്ക് മി ഹോം എന്നുള്ള ആ പാട്ടിൻ്റെ വരികൾ, അതൊക്കെ ഒരു ടോട്ടൽ അവിടെ വിളിച്ചു പറഞ്ഞാൽ 75,000 പ്ലസ് കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ 75,000 അപ്പുറം ആളുകൾ ആ ഗ്രൗണ്ടിലുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിനൊരു ഇത് കൊടുത്തിട്ടുണ്ട്, സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട്. അത് കുറച്ച് പേരേ ഉള്ളൂ കമ്പാരിറ്റീവ് നോക്കുമ്പോൾ. പക്ഷേ മോർ ദാൻ 60,000 എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സപ്പോർട്ടേഴ്സ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക മോസ്റ്റ്ലി. ഈവൻ 50,000 ആയിക്കോട്ടെ. ഇവരെല്ലാവരും കൂടി ചേർന്ന ടേക്ക് മി ഹോം പാട്ട് പാടുന്നു, ചാൻറ്റ് ചെയ്യുന്നു, ഈവൻ കളിക്കാരെ പോലും ബോ ചെയ്യുന്നു. പ്രത്യേകിച്ച് ഹാളണ്ട് വീഴുമ്പോൾ, അല്ലെങ്കിൽ ഹാളിൻ്റെ കാലിൽ നിന്ന് ബോള് ടാക്കിൾ ചെയ്തെടുക്കുമ്പോൾ, ഈവൻ 82nd മിനിറ്റിൽ അതുകൊണ്ട് ഹാളണ്ടിനെ വിഡ്രോ ചെയ്തു എന്ന് പറഞ്ഞാൽ പിൻവലിച്ചു പെപ് ഗാർഡിയോള. അപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സപ്പോർട്ടേഴ്സ് ടാറ്റ കൊടുത്തിട്ടാണ് ഇതാക്കിയത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടുള്ള കളി വരുമ്പോൾ ഒരു ഹൈ പ്രൊഫൈൽ അല്ലെങ്കിൽ ഒന്നും കൂടിയും വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവണം. അത് കാരണം ഉണ്ടായിരിക്കും അദ്ദേഹം 82nd മിനിറ്റിൽ ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റാതെ ഗ്രൗണ്ട് വിട്ട് പോകുമ്പോൾ ടാറ്റ കൊടുത്തിട്ടാണ് കാണികൾ അദ്ദേഹത്തെ പറഞ്ഞയച്ചത്. അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓരോ കളിക്കാർക്കും ഓരോ ടാക്കിളിനും ഓരോ വിന്നിങ് മൊമെൻറ്റ്സിനും ഓരോ ഗോളിനും 5 ഗോൾ അടിച്ചു കിട്ടും. ആ ഗോളിൻ്റെ കഥകളൊക്കെ ഞാൻ പിന്നെ പറയാം. അതൊക്കെ ഒരു ബാധ്യതയാണ്. അപ്പം ഞാൻ ഇതിൽ ജസ്റ്റ് ആ സ്റ്റേഡിയത്തിൽ കയറിയതും ആ സ്റ്റേഡിയത്തിൻ്റെ ഇൻറ്റൻസിറ്റി അതൊക്കെ ഒരു സംഭവമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ അതിൻ്റെ ചില ഷോർട്സും ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് എൻ്റെ ചാനലിട്ടിട്ടുണ്ട്. ഒന്ന് പോയിട്ടൊന്ന് കാണാം. ഇതിനൊക്കെ അപ്പുറമായിട്ട് എനിക്കൊന്നും പറയാനില്ല. ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സ്പീരിയൻസ്.